ഹായ് മച്ചാമാരെ, ഞാൻ രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജിമെയിലിനെ പറ്റി. അതായത് ഒരുപാട് പേർക്ക് ജിമെയിൽ പുതിയ മൊബൈൽ എടുക്കുമ്പോൾ ഒരു മൊബൈൽ എടുക്കുമ്പോൾ അതിനകത്ത് ജിമെയിൽ ക്രിയേറ്റ് ചെയ്യും. അവർ ക്രിയേറ്റ് ചെയ്യത്തില്ല, ആരെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. എന്തിനാണെന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ മെയിൽ എല്ലാ സ്ഥലത്തും കൊടുക്കും. അവസാനം ആ ഫോൺ മാറ്റേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഡാമേജ് ആയ ഫോൺ പോയി കഴിഞ്ഞാൽ ജിമെയിൽ വേറെ ഇല്ല. അവസാനം ആ ഡേറ്റാസും കാര്യങ്ങളെല്ലാം ആ ജിമെയിലോട് കൂടി പോകും. പിന്നെ പുതിയ ജിമെയിൽ എടുക്കും, അതും ഇതേ ഗതി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ജിമെയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒറ്റ ജിമെയിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ മച്ചാനെ, അപ്പം ഞാനൊരു ഫോണിൽ നിങ്ങൾക്ക് ജിമെയിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ അങ്ങ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ജിമെയിൽ കൈവിട്ട് പോകില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എങ്ങനെയാണ്, നമ്മളെല്ലാവരും പ്ലേ സ്റ്റോർ കയറിയാണ് ഏറ്റവും കൂടുതൽ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ക്രിയേറ്റ് ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ടോ, ഇതിൽ ഫസ്റ്റ് നമ്മുടെ ഫോർ മൈ പേഴ്സണൽ ഓക്കെ ആണോ, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഫുൾ നെയിം, ഇതിൽ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. നിങ്ങളുടെ കറക്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് നെയിം അടിക്കുക. ഞാനിവിടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുന്നുണ്ട്. അതുപോലെ സർനെയിമിൽ ഇനിഷ്യലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു ഉദ്ദേശം വെച്ചാണ് ആഡ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ജിമെയിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കറക്റ്റായ കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊടുക്കുകയാണ്. ഇതിൽ മെയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനുള്ള ഇമെയിൽ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ എല്ലാ ഡീറ്റെയിലും കൊടുക്കുക. അടുത്ത് ഇവിടെയാണ് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുന്നത്. എടുത്ത ഉടനെ അവരെ പേരങ്ങ് കൊടുക്കും. രാഹുലാണോ, അരുണാണോ, കന്ദസ്വാമിയാണോ, സോറിമുത്താണോ, ഏതാണെന്ന് വെച്ചാൽ ആ പേരങ്ങ് എടുത്ത് കൊടുക്കും. ഒരിക്കലും നിങ്ങളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പേരിൽ ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലരൊക്കെ ചില കോഡ് വേർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ചാണ് മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെ ആകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ പേരിലാണ് എല്ലാ കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് മിസ്സായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അടിച്ചു മാറ്റാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് പേരിൽ ഒരിക്കലും എടുക്കരുത്. നമ്മുടെ പേരും ആരുടെയും പേരുകളിലൊന്നും എടുക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ എന്താ പറയുക, ഉദാഹരണത്തിന് ഒരു പൂക്കളിൽ റോസ് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ പേരിലെടുത്തോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ, ചിലർ ഈ പറഞ്ഞ പോലെ കോഡ് വേർഡ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഇരട്ടപ്പേരുകൾ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് നിങ്ങൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ എടുത്ത ഉടനെ എല്ലാവരുടെയും ഈ 90% ആൾക്കാരും ചെയ്യുന്ന അറിയാം, എടുത്ത ഉടനെ അവരവരെ പേര് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക, ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക. ആക്ച്വലി അങ്ങനെ ചെയ്യാം, പക്ഷേ ഒന്നും കൂടി ഒന്ന് സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ജിമെയിൽ എടുക്കുക. അതായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ ഡയറക്റ്റ് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഓരോന്ന് അടിച്ച് കാണിക്കുന്നതെന്നറിയോ, ഇതുപോലെ ആയിരിക്കും നിങ്ങളും ടൈപ്പ് ചെയ്യുമ്പം. അതായത് നിങ്ങൾ അടിക്കുമ്പോഴേക്കും അത് മാച്ച് ആവാതെ ഇങ്ങനെ മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ഓരോരോ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വേർഡ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചില അക്ഷരങ്ങൾ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് ലെറ്റേഴ്സൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ആവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവർ തന്നെ കുറച്ച് ജിമെയിലൊക്കെ കാണിക്കും, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പോകാനേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 2 ലെറ്റർ മാറ്റിയപ്പോൾ ഓക്കെ ആയി, കണ്ടോ. ഇപ്പോൾ ഈ ജിമെയിൽ ക്രിയേറ്റ് ആയി. ഇനി പാസ്വേഡ്. ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്നറിയോ, ഇതിൽ 99% ആൾക്കാരും ചെയ്യുന്നതെന്നറിയോ, ഇതിലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ നമ്പർ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേര്, അല്ലെങ്കിൽ അവരിഷ്ടപ്പെട്ടവരുടെ പേര് ഉള്ളതല്ലേ. ഇങ്ങനെയല്ലേ നിങ്ങളെല്ലാവരും പാസ്വേഡ് കൊടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പാസ്വേഡ് കൊടുക്കരുത്. നമ്മുടെ നെയിമും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നെയിമോ നെയിമുകളൊന്നും ആഡ് ചെയ്യാതെ, ഞാൻ പറഞ്ഞ പോലെ കോഡ് വേർഡുകൾ അല്ലാതെ കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് വേണം ഇവിടെ പാസ്വേഡ് കൊടുക്കേണ്ടത്. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം. അതേപോലെ തന്നെ ഒരു നമ്പർ 1 മുതൽ എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ മസ്റ്റ്, 1, 2, 3 എത്രയാണ് ക്യാപിറ്റൽ ലെറ്ററും കാണണം. അതുപോലെ സ്മാൾ ലെറ്റർ ഉണ്ടാവണം, നമ്പർ കാണണം. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് ഹാഷോ, അറ്റോ, അതുപോലെ തന്നെ കുറേയല്ലേ, അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് യെസ് ഐ മീൻ ഇത് കൊടുക്കുക. നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്ക് കണ്ടോ നമ്മുടെ ജിമെയിൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്, കണ്ടോ, മേളിലുണ്ടോ. അതുപോലെ ഞാൻ ആദ്യം കൊടുത്ത നെയിം അവിടെ കാണിക്കുന്നുണ്ടോ, കറക്റ്റായിട്ട് ആ ജിമെയിൽ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അഗ്രി ചെയ്ത് പോവാണ്. അത് കൂടുതലൊന്നുമില്ല. അതുപോലെ അഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിലേക്കല്ല എടുത്തേക്കുന്നത്. ഇതും അക്സെപ്റ്റ് ചെയ്യുക. ഡയറക്റ്റ് ഇപ്പം പ്ലേ സ്റ്റോറിൽ കയറും. ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ടേംസ് ആൻഡ് സർവീസാണ്, ഇത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാവരും ജിമെയിൽ എന്തിനാണ് എടുക്കുന്നത്, ഇത് ഡൗൺലോഡ് ചെയ്യാൻ. മൊബൈൽ കടയിൽ കൊണ്ടുപോകും, ഒരു പുതിയ മൊബൈൽ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട്
മോനെ ഇത് ആപ്ലിക്കേഷനിലൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ ഒരു ജിമെയിൽ എടുക്കണം, ചേച്ചിയുടെ പേരെന്താണ് അല്ലെങ്കിൽ ചേട്ടൻ്റെ പേരെന്താണെന്ന് അവർ ചോദിക്കും. അന്നേരം പേര് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജിമെയിൽ നിങ്ങൾ കൊണ്ടുനടക്കും. ആ പാസ്വേഡ് അവർ എഴുതി തരും, നിങ്ങൾ കൊണ്ടുപോയി കളയും. അവസാനം ആ ജിമെയിൽ പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്തു, ഓക്കെ ആണ്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റിങ്സ് എടുക്കണം. എല്ലാ ഫോണിലും സെറ്റിങ്സ് ഉണ്ടാവും. എല്ലാ ഫോണിലും ഈ പറയുന്ന അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നേരെ വരുമ്പോൾ എല്ലാ ഫോണിലും ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും താഴെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ അക്കൗണ്ട് സെക്ഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ആ ജിമെയിൽ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാനാണ്. കണ്ടോ, നമ്മളെടുത്ത ജിമെയിൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കറക്റ്റ് ജിമെയിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുക. ഇനി ഇവൻ്റെ സെക്യൂരിറ്റി ഞാൻ പറഞ്ഞില്ലയോ, ഇത് മിസ്സാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എല്ലാ മൊബൈലിലും ഉണ്ടാവും. ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷന് ഒരു മൊബൈലിൽ പോലും ഇല്ലാണ്ടില്ല. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മുടെ ഇവിടെ വന്നുണ്ടോ, ഇനിയിപ്പോൾ പേജ് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വേണ്ട ഫ്രണ്ട് പേജ് ഇങ്ങനെ വരും. ഇതിൽ വേറെയും ജിമെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മേളിൽ കാണുന്ന സൈഡിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ജിമെയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. ചില മൊബൈലുകൾ, മിക്കവാറും മൊബൈലുകളും മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ ഗൂഗിൾ അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ഒന്നും കൂടി ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഇതാണോ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് താഴെ എഴുതി വരുന്നുണ്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ തന്നെ കണ്ടോ ഗൂഗിൾ അക്കൗണ്ട് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യണം. ഇതൊന്ന് റണ്ണായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ മെയിൻ അതായത് ഫ്രണ്ട് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാനിപ്പം ഇതിനെ പറ്റിയുള്ള ഒരു വിശദമായ ഒരു ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ്ടേ നമുക്ക് അടുത്തടുത്ത് കണ്ടോ പേഴ്സണൽ ഇൻഫോ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ, നെയിം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കാനേ ഉള്ളൂ. കോൺടാക്റ്റ് ഇതെല്ലാം കറക്റ്റായിട്ട് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫോൺ നമ്പർ, കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കറക്റ്റ് ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഡേറ്റാ പ്രൈവസിയാണ്. ഇത് ഞാൻ അടുത്ത് ഇതിൽ പറഞ്ഞു തരാം. അടുത്ത് നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ജിമെയിൽ നമ്മുടെ കൈവിട്ട് പോവാതിരിക്കാനുള്ള ഓപ്ഷനിലേക്കാണ് സെക്യൂരിറ്റി. ഈ ഓപ്ഷൻ കണ്ടോ, ഇവിടെ വരുമ്പോഴേക്കും നമുക്കിവിടെ ഫസ്റ്റ് കാണാൻ പറ്റും നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന മൊബൈൽ. അത് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മൊബൈൽ കാണിച്ചോ, മോഡൽ കാണിച്ചല്ലോ, അതുകൊണ്ടോ മെയിലിൽ കണ്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ വരുമ്പോൾ കണ്ടോ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്യണം. ഇത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഗൂഗിൾ അക്കൗണ്ട് സ്ഥിരമായ ഒരു അക്കൗണ്ട് നിങ്ങൾ കൊണ്ട് നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ അതാണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. 2 സ്റ്റെപ്പ് നല്ലോണം വായിച്ച് നോക്കിക്കോളൂ. ഇനി മാറിപ്പോയി എന്ന് പറയരുത്, ഇതേ ഓപ്ഷൻ തന്നെയാണ്. ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ പാസ്വേഡ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചാലും മതി. ഞാൻ ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചു. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിലേക്ക് വന്ന് ഇവിടെ കണ്ടോ ആഡ് യുവർ ഫോൺ നമ്പർ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു നമ്പർ നിങ്ങളിതിൽ ആഡ് ചെയ്യണം. ഈ നമ്പർ ആഡ് ഫോൺ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ആ നമ്പർ അടിച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒരു OTP വന്നിട്ട് കറക്റ്റാവും. അടുത്തെന്ന് പറഞ്ഞാൽ താഴെ ഇവിടെയാണ് കാര്യമുള്ളത്. റിക്കവറി ഫോൺ നമ്പർ. നമ്മുടെ ഈ ജിമെയിൽ റിക്കവറി ചെയ്യാനുള്ള ഫോൺ നമ്പറാണ്. അഥവാ എന്തെങ്കിലും ഇഷ്യൂ കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റിക്കവറി ചെയ്യുന്ന ഫോൺ നമ്പർ. ഇവിടെയും നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കണം. നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു നമ്പർ നിങ്ങളിവിടെ കൊടുക്കണം. ആഡ് യുവർ റിക്കവറി ഫോൺ നമ്പർ കണ്ടോ. ഇതിൽ നിങ്ങൾ നമ്പർ കൊടുത്തിട്ട് OTP വരും. അത് ക്ലിക്ക് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ ആയിക്കോളും, ക്ലിക്ക് ആയിക്കോളും. അടുത്ത് റിക്കവറി മെയിൽ. ഈ ഇമെയിൽ, ഇതിൻ്റെ കാര്യത്തിൽ ചിലർ തെറ്റുകൾ ചെയ്യാറുണ്ട്. ഈ മെയിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരെ മെയിൽ കൊടുക്കുക, അവർ സ്ഥിരമായി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ മെയിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു മെയിൽ ക്രിയേറ്റ് ചെയ്ത് ആ മെയിൽ ഇതിൽ കൊടുക്കുക. എന്നിട്ട് ആ മെയിൽ വേറൊരു ഡിവൈസിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കണം. അത് മസ്റ്റായിട്ട്, ഇതാരും പറഞ്ഞു തരത്തില്ല. ആ മെയിൽ നിങ്ങൾ വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കണം. അഥവാ ഈ മൊബൈലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മെയിലിലായിരിക്കും OTP പോകുന്നത്. അപ്പോൾ ആ ഫോൺ ഓണായിരിക്കണം. ഈ ഫോൺ നശിച്ചു പോയാൽ ആ ഫോണിലേക്ക് റിക്കവറി മെയിൽ പോകുന്നെങ്കിൽ ആ മെയിൽ ഓപ്പൺ ചെയ്യണം. ചിലർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. ഈ ഫോണിൽ തന്നെ എല്ലാ റിക്കവറി മെയിൽ എല്ലാം വെച്ചേക്കും. അവസാനം ഈ ഫോണിന് എന്തെങ്കിലും സംഭവിക്കുമ്പം റിക്കവറി ചെയ്യാൻ നിൽക്കുമ്പോൾ മെയിൽ അങ്ങോട്ട് പോകും. അവസാനം ഏതാ ഈ നശിച്ചു പോയ മൊബൈലിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ മെയിൽ നിങ്ങൾ വേറെ ഫോണിൽ ലോഗിൻ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ അക്കൗണ്ട് മിസ്സാവാതിരിക്കാനായിട്ട് റിക്കവറി ഫോൺ നമ്പറും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും റിക്കവറി മെയിൽ എല്ലാം കൊടുത്തു. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് യാതൊരു കാരണം വെച്ചാലും നമ്മുടെ കൈവിട്ട് പോകത്തില്ല. നമ്മുടെ സിമ്മോ ആ മെയിലോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും റിക്കവറി ചെയ്യാം. പക്ഷേ ഈ മെയിലിൽ കുറേ സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്യാനുണ്ട്, ഓൺ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ മെയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെയിൽ ചെക്ക് ചെയ്യണമല്ലോ. നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം കറക്റ്റാണോ, നമ്മുടെ
മെയിലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതായിട്ട് ഫുൾ വീഡിയോ അടുത്ത് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഈ മെയിൽ എങ്ങനെ ഫുള്ള് കൺട്രോളായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കാം എന്നുള്ളതാണ് ആ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.